ഞാൻ ഡോക്ടർ സ്മിത യശ്വൻ, ദേശീയ ആരോഗ്യ ദൗത്യം ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. പ്രസവാനന്തര ശുശ്രൂഷ. നമുക്ക് ഏവർക്കും അറിയാം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടും സമാധാനമായിട്ടും മുന്നോട്ട് പോകുന്ന ഒരു നല്ല സമയമാണിത്. പക്ഷേ എന്നിരുന്നാൽ ഇന്നത്തെ ഈ ഒരു കാലയളവിൽ നാം ഏറ്റവും കൂടുതൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു പ്രയാസത്തിനെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു സമയമായി മാറിക്കഴിഞ്ഞു. കാരണം പലപ്പോഴും പ്രസവാനന്തര ശുശ്രൂഷയിൽ ശരീരത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് അതിന് മാത്രം ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് മനസ്സിന് യാതൊരു തരത്തിലുള്ള കെയറും കൊടുക്കാതെ വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് കിട്ടാത്ത വരുന്ന സ്ത്രീകളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കാണുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ചും അത് ആയുർവേദത്തിന് ഏതൊരു കാലത്തും ഒരുപോലെ പ്രസക്തിയുള്ള ഒരു സമയമാണ് ഈ ഒരു പ്രസവാനന്തര ശുശ്രൂഷയുടെ കാലം. ഏതൊരു വ്യക്തിയും ആയുർവേദത്തെ സമീപിക്കുന്ന ഒരു കാലം. പക്ഷേ ഇന്നിപ്പോൾ വളരെയേറെ എന്താ പറയുക, മോശമായ ചില ചിന്തകളും ചിലരിലുണ്ട്. അതായത് ഈ സമയത്ത് ഈ സ്ത്രീക്ക് കൊടുക്കുന്ന മരുന്നുകളും ആഹാരങ്ങളും ഒക്കെ, നമ്മൾ പറയുന്ന ക്രമീകരണങ്ങളൊക്കെ, അത് കുഞ്ഞിൻ്റെ കുഞ്ഞിന് കൊടുക്കേണ്ട പാലിനോ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്കോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള ചിന്തകളും പലരിലുമുണ്ട്. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, കൃത്യമായ പ്രസവാനന്തര ശുശ്രൂഷ കിട്ടുന്ന ഒരു സ്ത്രീക്ക് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലയളവിൽ അവരുടെ ജീവിതം തീരുന്നത് വരെയും നല്ലൊരു ആരോഗ്യപൂർണമായ ഒരു അവസ്ഥയെ നല്ലൊരു പ്രസവാനന്തര ശുശ്രൂഷയിലൂടെ നമുക്ക് നൽകാനാവും. കൃത്യമായിട്ടും ഒരു ഡെലിവറി കഴിഞ്ഞാൽ, നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടും, സിസേറിയൻ ആണെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടും ഉടനെ തന്നെ ഈ പ്രസവാനന്തര ശുശ്രൂഷ നടത്തണം എന്നുള്ളതാണ്. 15 ദിവസം മുതൽ 56 ദിവസം വരെ പ്രസവാനന്തര ശുശ്രൂഷ നമുക്ക് നൽകാവുന്നതാണ്. അവരവരുടെ സമയവും സാഹചര്യവും ഒക്കെ പോലെ ഇന്നത്തെ സമയത്ത് ഇതിൻ്റെ ഒരു സമയദൈർഘ്യത്തിന് വിലയുള്ളൂ എന്നെനിക്കറിയാം. എങ്കിൽ കൂടെ മിനിമം 15 ദിവസത്തെയെങ്കിലും ഒരു പ്രസവാനന്തര ശുശ്രൂഷ ഒരു വ്യക്തിക്ക് നൽകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ ഒരു വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചുവരവിലേക്ക്, നോർമൽസിയിലേക്ക് തിരിച്ചു വരാൻ, ഉള്ളിലുള്ള എന്തെങ്കിലും വേസ്റ്റായിട്ടുള്ള പ്രോഡക്ട്സൊക്കെ പുറത്തേക്ക് നിർമ്മാർജ്ജനം ചെയ്യുവാനും, അതേപോലെ തന്നെ യൂട്രസിനെ പ്യൂരിഫൈ ചെയ്ത് അതിനെ പഴയ രീതിയിലേക്ക്, അതിൻ്റെ ടോണിസിറ്റിയെല്ലാം പഴയ രൂപത്തിലേക്ക് എത്തിക്കുവാനും, അതുപോലെ വജൈന ഇൻടാക്റ്റ് ആവാനും, പിന്നീടുള്ള അവരുടെ സെക്ഷൽ ലൈഫ് വളരെ സന്തോഷകരമായിട്ട് പോകുവാനും കൃത്യമായിട്ടുള്ള ഒരു പരിചര്യ ഈ ഒരു സമയത്ത് ആവശ്യമാണ്. പിന്നെ പ്രത്യേകിച്ചും സിസേറിയനാണെങ്കിൽ പലപ്പോഴും ഇതൊരു 15 ദിവസമൊക്കെ കഴിയുമ്പോൾ പലരും ഇതങ്ങോട്ട് മറന്നുപോകും. അത് അങ്ങനെ വിട്ടുപോകാതെ കൃത്യമായിട്ടും സിസേറിയനായാൽ ഇത് ചെയ്തുകൂടായോ, ചെയ്യാമോ എന്നൊക്കെ സംശയമുള്ളവരുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള പ്രേക്ഷകർക്ക് ഞാൻ പ്രത്യേകം പറയുകയാണ്, സിസേറിയനാണെങ്കിൽ കൂടെ കൃത്യമായിട്ടും ആ സ്റ്റിച്ച് ഉണങ്ങി വരാനുള്ള ഒരു സമയം അതൊന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എണ്ണ തേച്ചുള്ള കുളിയും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടും, ശരിക്കും പറഞ്ഞാൽ വളരെ സുഖകരമായൊരു ചികിത്സയാണ്. ശരിക്കും സുഖചികിത്സയെന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന അത്രയും നല്ലൊരു ചികിത്സയാണ്. അതിന് ഇന്ന് നമുക്ക് എല്ലാ മരുന്നുകളും ആയുർവേദ ആശുപത്രികളിൽ ലഭ്യമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന വിളപ്പിൽ ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോലും ഞങ്ങൾ രോഗികളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്ത് കൃത്യമായിട്ടും അവർക്ക് ഈ മരുന്നുകൾ കൊടുത്തയക്കുകയാണ്. അപ്പോൾ സൗജന്യമായിട്ട് പോലും സർക്കാർ അടിസ്ഥാനത്തിൽ ഇത്തരം മരുന്നുകൾ ലഭ്യമാക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ ഒരു ഗുണഫലങ്ങൾ ആർക്കും കിട്ടാതെ പോകരുത്. എല്ലാ ആയുർവേദ ആശുപത്രികളിലും, ഒട്ടുമിക്ക ആയുർവേദ ആശുപത്രികളിലും ഈ പ്രോജക്ട്സ് നടപ്പിലായി വരുന്നുമുണ്ട്.